ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ലോക സിനിമ ആണ് ഗൈസ്. പടം തുടങ്ങിയിട്ടില്ല, നമ്മൾ ഇച്ചിരി നേരത്തെ. അതുപോലെ ക്യാമ്യൂസ് കാര്യങ്ങളും എല്ലാം ചറ പറ ഒന്നുമില്ല. ചെറിയൊരു കൈയും പിന്നെ ഒരു ദണ്ട് പോലത്തെ സാധനം മാത്രമേ കാണിക്കത്തുള്ളൂ. എന്റെ മോനെ, നമ്മള് ഇങ്ങനെ ആരുമല്ല ഗൈസ്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ലോക സിനിമ കാണാൻ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നില്ല. ഇപ്പം എന്തായാലും നമുക്ക് പോയി സിനിമ കാണാം. ഞാനുണ്ട്, പിന്നുമുണ്ട്, പിന്നെ അവളുണ്ട്, പെങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാം. അവിടെ ചെന്നിട്ടാണ് ഇനി. ഗൈസ്, ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. പടം തുടങ്ങിയിട്ടില്ല. നമ്മൾ ഇച്ചിരി നേരത്തെ ഒരു 10 മിനിറ്റ് കൂടെ അല്ലേ, 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ തുടങ്ങും. ചായ കുടിക്കാൻ ഇതുണ്ടോ റാബിറ്റോ? ഇനി ഞാൻ കുടിച്ചോട്ടെ. ഇനി നീ കുടിക്കോ? ഇവളല്ല നേരത്തെ കുടിക്കും, ഇവളല്ല, ഇവളാണ് നേരത്തെ കുടിക്കും. എന്റേത് കണ്ടു, കളറില്ല, അവന്റെ പോകത്തില്ല. ഇവളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇതെന്തില്ലേ 15 ഇതുണ്ടോ? എനിക്ക് വേണ്ടി മേടിച്ചതല്ലേ? എന്നാലും നമുക്ക് ആർക്കും വേണ്ടായിരുന്നല്ലേ, എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് മേടിച്ചതല്ലേ അല്ലേ? ഗൈസ്, ഞങ്ങൾ കയറുവാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾ താഴെ നിൽക്കുമായിരുന്നു. ഇവിടെ കയറ്റാൻ തുടങ്ങി തിയേറ്ററിൽ ആളെ. വാ ഗൈസ്, സിനിമ കണ്ട് ഇറങ്ങി ഗൈസ്. പറയടി, അഭിപ്രായം പറ, കേക്കട്ടെ. അടിപൊളി. മോളു എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല ഗൈസ്. എന്താന്ന് വെച്ചാൽ പടം കാണണം, അത്രേ പറയാനുള്ളൂ. കണ്ടാ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ക്യാമ്യൂസ് കാര്യങ്ങളും എല്ലാം ചറ പറയാ അല്ലേ? പിന്നെ കണ്ടിട്ട് മതിയാകുന്നില്ല. നമുക്കിത് തീരത്തില്ല, പടം തീരുന്നില്ലല്ലോ. പടം ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ ആവുന്നുള്ളൂ. നമ്മൾ ഈശ്വര ഇതിന് എന്ന് കാണുമെന്നുള്ള ഇതില് നമ്മള് തിരിച്ചറിയത്തുള്ളൂ. അതുപോലത്തെ പടം, അതുപോലെ എടുത്തു വെച്ചേക്കുന്നത്. അടുത്ത വർഷമൊക്കെ കാണത്തുള്ളൂ. അതെ, ഇനി ഇത് എന്ന് വരുമെന്നുള്ള അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരില്ല. അതുപോലെ ക്യാമിയോസാ ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി. എന്നുവെച്ചാ നമ്മള് കണ്ട തിയേറ്ററില് പകുതി സ്ക്രീനേ ഉള്ളു. അത് ശ്രദ്ധിച്ചായിരുന്നോ? സ്ക്രീൻ അത്രേ ഉള്ളു. എന്നിട്ടും നമ്മൾ ക്യൂരിയോസിറ്റി ആയിട്ട് ഇരുന്ന് കണ്ട അതിന്റെ ഒരു ബോറിങ്ങോ ഒന്നും നമുക്ക് തോന്നിയില്ല. അതുപോലെ ഇരുന്ന് കണ്ട അത്രേ അടിപൊളി പടം. കിടിലൊരു തിയേറ്ററിലാണെന്നെങ്കിൽ വേറെ ലെവലിൽ പോകും പടം. കോമഡി ഉണ്ട്, കോമഡി അടിപൊളി കോമഡിയൊക്കെ കിട്ടില്ല. അതിനകത്ത് വരുന്ന ഒരു ക്യാമിയോ കോമഡി നൈസാ അല്ലേ? എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യിപ്പിച്ച പുള്ളിയാ. എന്റെ ഗൈസ്, പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വേണം പടം ഇറങ്ങാൻ. അടിപൊളി സാധനം അല്ലേ? ഒരു പ്രത്യേക രസത്തിലിരുന്ന് നമുക്ക് കാണാം. അതുപോലത്തെ സാധനം. എന്താ പറയണ്ട, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും ഞാൻ ഹാപ്പിയാ. അത് വെച്ചാ എന്താ പറയുന്നേ, മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം എന്റെ ഷോട്ടും കാര്യങ്ങളൊക്കെയാന്ന് അറിയും. ഒരു രക്ഷയില്ലാതെ. പക്ഷെ നമ്മൾ അത്ര വലിയ അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു രസമില്ലേ അല്ലേ? നസ്ലിനും ചന്തു ഇമാരുടെ കോമഡി കോമ്പിനേഷനും ഒരു രക്ഷയില്ല. അവൻ കറക്റ്റ് നസ്ലിന്റെ അല്ലേ, മറ്റേ ചന്തു ഇല്ലേ, സലിംകുമാർ എങ്ങനെ അഭിനയിക്കുന്നത് അതുപോലത്തെ ഡയലോഗും എന്നാ പരിപാടികളും എല്ലാം അങ്ങനെ ഇത് പിടിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു. സലിംകുമാറിന്റെ ഒരു ചെറിയൊരു ടച്ചൊക്കെ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്ത്. അടിപൊളിയായിരുന്നു കേട്ടോ. പടം ആണ്. പടം ഡയറക്ടർ എന്റെ മോനെ കിഡിലൻ അടുത്ത് വെച്ചേക്കുന്നത്. അവളുടെ കാര്യം പറയണം കേട്ടോ. അവള് കല്യാണി അടിപൊളിയാ. നീനത്തൊരു കോമഡി സാധനമാക്കിയാ വരുന്നുണ്ട്. അടിപൊളിയാ. അതെന്തായാലും നമുക്ക് ചിരി വരും അല്ലേ? ആദ്യ സാധനം അത് കോമഡി ആളല്ല, അവസാനം സീരിയസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം ഉണ്ടല്ലോ, ഞാൻ പുള്ളിനെ കാണിച്ചപ്പോ ഞാൻ ഓർത്തു ദൈവമേ പുള്ളി ഇനി ചളവാക്കും. ഇത്രയും നേരം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ പുള്ളി ചളവാക്കുമെന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ദൈവം രക്ഷയില്ല. ഇതിന്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പടേന്നാ വന്നു പോകുന്നേ. നല്ല സീനായിരുന്നല്ലോ അത്. മലയാളത്തില് എന്റെ പൊന്നെ ഒരാളുടെ മാത്രമേ കഥയായുള്ളൂ. അതെ, എത്ര വേറെ കഥയിനും കാണിക്കണമെന്നറിയാം. അതില് ഒന്നും മിണ്ടാതെ പോകുന്ന ആൾക്കാരുണ്ട്, ചുമ്മാ വന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കഥ എങ്ങനെയാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലത്തെ സാധനമാണ് എന്റെ പൊന്നെ. ഇതിന്റെ തലവൻ ഒരാളുണ്ട്, ഇവര് പറയുന്നുണ്ട് മൂപ്പനോ എന്നാ മൂത്തോൻ. അതാരാന്ന് പോലും
നമ്മളെ കാണിക്കുന്നില്ല. ഒരു രീതിയിൽ ഒരു ഹിന്റോ ഒന്നുമില്ല. ചെറിയൊരു കൈയും പിന്നെ ഒരു ദണ്ട് പോലത്തെ സാധനം മാത്രമേ കാണിക്കത്തുള്ളൂ. എന്റെ മോനെ നമ്മള് ഇങ്ങനെ ക്യൂരിയോസ് ആയിട്ട് ഇരിക്കും ആ പടം ഇനി എന്ന് വരും, അടുത്ത ചാപ്റ്റർ എന്ന് വരും എന്നുള്ളത്. 6 ചാപ്റ്റർ മറ്റോട്ടെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ പടം ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ എന്നാ പടമാണ്. അതുപോലത്തെ സാധനം എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. നമ്മൾ ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഇതിനെ കുറിച്ചാണ് കഥ പുറത്തുനിന്നും എല്ലാം കേട്ട നമ്മൾ അയ്യേ ഇതെടുക്കുവാണോ പണിയില്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്നത് വേറെ ലെവലില് റൈറ്റർ പൊളി, രക്ഷയില്ല. നമ്മൾ ഒരിക്കലും എന്നാ പണ്ടത്തെ നമുക്കൊരു കഥ അവര് പറഞ്ഞു തരുന്നു, നല്ല ഇങ്ങനെ വേണം സിനിമ എടുക്കാൻ. ഒരു കഥ പറഞ്ഞു തരുന്നതിൽ ഒരു ബോറടി ഇല്ലാതെ നമ്മള് നൈസായിട്ട് കണ്ട് തീർക്കും. നമുക്കത് പടം തീരാതെ അവിടെ എണീക്കാൻ പോലും തോന്നത്തില്ല. ഇപ്പൊ നമ്മള് ഒരാളോട് കഥ പറയാ, ഇന്ന ആളുടെ സംഭവമാണെന്ന് പറഞ്ഞ ഒരാളോട് പറയുക ഇന്ന ആളുടെ കഥയാണ്, അപ്പൊ അവര് അയ്യേ ഇതൊക്കെ എടുക്കുവാണോ എന്നൊരു ചോദ്യം വരും. അത് കണ്ടു കഴിഞ്ഞാ അല്ല എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഞാൻ പറയില്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ല, ഞാൻ ഇത് ഫുൾ കണ്ടിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ. എനിക്ക് സങ്കടമാവുന്നു. ഇനി ഇതിന് എപ്പോ വരും ഇതിന്റെ ബാക്കി പാർട്സ് എല്ലാം. അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു. എങ്ങനെ ഇരുന്നാ കണ്ട, ഇങ്ങനെ ചാരി പോലും ഇരുന്നില്ല. അത്രയും ക്യൂരിയസ് ആണ് ഗൈസ്, അത്രയും ക്യൂരിയോസിറ്റി ഉള്ള പടം. അതുപോലെ എടുത്തു വെച്ചേക്കുന്നതും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ. എനിക്ക് തോന്നുന്നത് അത് അല്ലടി, അത് വലിയ കോംപ്ലക്സ് ആയിട്ടൊന്നും അല്ല എടുത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടപ്പെടാനാണ് ചാൻസ്. ഞങ്ങള് 3 പേരെ വന്നുള്ളൂ, ഫാമിലി ഫുള്ളൊന്നും വന്നില്ല, അപ്പായ അമ്മയൊന്നും വന്നില്ല. പക്ഷെ ഞാനോർത്ത് അവർക്ക് കത്താൻ പക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കഥ എന്താണെന്നും ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു വെച്ചേക്കുന്നത്. ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലർക്ക് ഒക്കെ ആവോന്ന് അറിയത്തില്ല. എന്തായാലും അടിപൊളി. ഇങ്ങനെയൊന്നും എടുത്ത് വെക്കല്ലേ മനുഷ്യൻ. അവിടെ ആ ഫൈറ്റ് ഒക്കെ കാണുമ്പോ എന്നെ ഷോട്ടാണ് കോർക്കുന്നത്. എനിക്ക് എന്ത് ചെയ്തു വെച്ചേക്കുന്നത് അതുപോലെ പൈസ മുടക്കി പടം എടുത്തേക്കുന്നത് നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. അടിപൊളി പടം. തിയേറ്ററിൽ പോയി കാണണം കേട്ടോ, മിസ് ചെയ്യരുത്. കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ, അത്രയും നല്ല പടം. മസ്റ്റ് ആയിട്ട് അത്രയും നല്ല പടം ഗൈസ്, തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, മസ്റ്റ് ആയിട്ട് കാണേണ്ട പടം. അതുപോലെ എടുത്ത് വെച്ചേക്കുന്നവര് അടിപൊളി, മസ്റ്റ് ആയിട്ട് പോയി കാണണം. അത്രയും അടിപൊളി പടം.